യൂറിക് ആസിഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഗൗട്ടി ക്രിസ്റ്റൽസ്, ചിലർക്ക് ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടാകും. അതായത് ശരീരത്തിലെ പ്രോട്ടീൻ്റെ വിഘടനം കൊണ്ടുണ്ടാകുന്ന യൂറിക് ആസിഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഗൗട്ടി ക്രിസ്റ്റൽസ്, അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് അടിഞ്ഞ് അതുകൊണ്ട് വാദമുണ്ടാകാം. ചിലർക്ക് ചില ത്വക്ക് രോഗങ്ങൾ കാരണം സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ കൊണ്ട് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാകാം. ചിലർക്ക് ജന്മനാ ഉള്ള ചില വാദങ്ങൾ വരുന്ന ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അതുപോലെ റുമാറ്റിക് ഫീവർ വന്നുള്ളവർക്ക് റുമാറ്റിക് വാദങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള വാദങ്ങൾ നമുക്ക് വരാവുന്നതുകൊണ്ട് ഇതിനെ ഡോക്ടറെ കാണിച്ച് ഒരു കൃത്യമായ പരിശോധനയും എക്സ്റേ പരിശോധനകളും രക്തപരിശോധനകളും നടത്തിയാൽ മാത്രമേ ഏതു തരം വാദമാണെന്ന് അറിയാനും അതിനനുസരിച്ചുള്ള ചികിത്സാവിധി തേടുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ പല വാദങ്ങളും നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ്. ജീവിതക്രമം മെച്ചപ്പെടുത്തുന്നതിലൂടെയും നമ്മുടെ ഭാരം കുറയ്ക്കുന്നതിലൂടെയും അതുപോലെ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും കുറേ വാദങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ നമുക്ക് നൽകാവുന്നതാണ്.